നിലവിൽ ഗൂഗിൾ മാപ്സ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ് പല ഫേംസിനും. അവരെത്ര ടാസ്ക് ചെയ്തു, അവരെന്തൊക്കെ ചെയ്തു, ഇന്നത്തെ ഏർണിങ്സ് എത്രയാണ്, അവരെന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബാഗ് ഉണ്ട്, ആ ബാഗ് എവറി 60 minutes റീപ്ലേസ് ചെയ്യണം. അതിന്റെ ടെമ്പറേച്ചർ കുറയാൻ ക്വാളിറ്റി ആയിട്ട് നമുക്ക് വേറെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യേണ്ട ഏരിയയിലോട്ടും അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവും. അത് സോൾവ് ചെയ്യാനായിരിക്കും അവർ വരുന്നത്. അത് ഒരാൾ മാനുവലി ഇരുന്ന് മുഴുവൻ കൗണ്ട് ചെയ്ത് ഒരു ദിവസം കഴിയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ അവിടെ കട്ട് ഡൗൺ ചെയ്യും. ഞങ്ങളുടെ പ്രോഡക്ട്സിലാണ് ഇപ്പൊ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കോമൺലി കാണുന്ന കാര്യം എന്താ, പാരന്റ്സ് ആയാലും അവരൊരു ഏജില് സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, അവരെ പറ്റും റൊട്ടേഷൻ ഒക്കെ കൊടുത്തു വേറെ കമ്പനി. ഇതെന്താ ചെറിയ പണിയുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ നമ്മളൊരു ഇതില് നമ്മളൊരു ഐഡിയക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ ആ ചെറിയ പ്രായത്തിലും വെബ്സൈറ്റ് ഞാൻ ചെയ്തു. പക്ഷെ അത് അങ്ങനെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് വലിച്ചു. പുള്ളിക്കാരൊരു ഫേം പോലെ സ്റ്റാർട്ട് ചെയ്ത് തന്നു എനിക്ക്. എന്നിൽ ഇതിലൊരു ഫയർ ഉണ്ട്. അപ്പോ ഞാൻ അതിൽ ബേസിക്കലി ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് കുറെ കാലം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഓൺ ചെയ്യുന്ന എന്റെ കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് ഞാൻ എംപ്ലോയീസിന് കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. സൂഫിയിൽ ഇപ്പോൾ എന്താണ് മെയിൻലി നമ്മൾ ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ കമ്പനി? ഹോവിൻ അല്ല, ഹോവിൻ ക്ലൗഡ്. യെസ് യെസ്. നമ്മളൊരു IT സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡിങ് കമ്പനി ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ 2 വേർട്ടിക്കലല്ല. ഒന്ന് കമ്പനീസിന് വേണ്ട, വേറെ ഫേംസിന് വേണ്ട അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്യൂട്ട്സ്, അവരുടെ ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ സ്യൂട്ട്സ്, അത് അവർക്ക് വേണ്ട രീതിയിൽ ടൈലർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ സോഫ്റ്റ്വെയർസ്. അത് ERP സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ മേ ബി അവരുടെ ഹോൾ ബിസിനസ് തന്നെ മേ ബി ഈ ഒരു സ്ട്രീമിലായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇ-കൊമേഴ്സ് ആവാം, ഫുഡ് ടെക് കമ്പനീസ് ആവാം, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻസ് ആവാം, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിന് പല കസ്റ്റമേഴ്സിനും റെക്കറിംഗ് ആയിട്ട് വരുന്ന ആവശ്യമുള്ള നീഡ്സുകൾ അതിനെടുത്ത് ഞങ്ങളൊരു പ്രോഡക്ട്സ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഹോവിൻ ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻ പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹോവിൻ മാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിംഗ് പ്രോഡക്റ്റ് ഉണ്ട്. നിലവിൽ ഗൂഗിൾ മാപ്സ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ് പല ഫേംസിനും. അവർക്ക് അത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിനൊന്നും അത്ര ഇൻഡെപ്ത് ഡാറ്റ വേണ്ടാത്തവർക്ക് നമ്മൾ അങ്ങനെ പ്രോഡക്റ്റ് സെക്യൂർ പൈസ വലിയൊരു കമന്റ് അഗൈൻസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗൂഗിൾ മാപ്സിന്റെ ആ ഡാറ്റ അത് അവർക്ക് ഭയങ്കര നല്ല ഡാറ്റ, നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ. അപ്പൊ അത് വെച്ചിട്ട് അവര് നല്ല ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കോമ്പീറ്റ് ചെയ്യാനല്ല, നമ്മൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾക്ക് അത്രയും ആക്യുറേറ്റ് ഡാറ്റ വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. നമുക്ക് ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഏതാണ് നല്ല റൂട്ട് ബിസിനസ് റൺ ചെയ്യാനുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സൊല്യൂഷൻസ്. അങ്ങനത്തെ ഇതുപോലത്തെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആൾറെഡി കൊടുത്ത സർവീസിനെ ബേസ് ചെയ്തിട്ട് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പ്രൊഡക്ടൈസ് ചെയ്തു. അതിൽ 2 കേസ് ഉണ്ട്. ഒന്ന്, ചില പ്രോഡക്ട്സ് ഇപ്പോൾ ഈ ലോജിസ്റ്റിക് ഓട്ടോമേഷൻ ഒക്കെ അത് നമുക്കിപ്പോൾ ഇപ്പോൾ ഫുഡ് ഡെലിവറി കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 3PL കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഷിപ്മെന്റ് ഒക്കെ കാർഗോ ഒക്കെ മാനേജ് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പല വേർട്ടിക്കൽസ് ആക്കിയിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്കും ഇത് ഫ്രോം സ്ക്രാച്ച് ഉണ്ടാക്കി വരുമ്പോൾ ഹ്യൂജ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്രോഡക്റ്റ് ഇത് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ നമുക്കൊരു ഇൻകം ഉണ്ടാവും, അവർക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവർക്കും സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് കിക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ തുടങ്ങിയ സമയത്തും ഈ പ്രോഡക്ട്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ അവിടെ ടൈം നന്നായിട്ട് പോകും. അപ്പൊ എല്ലാ സ്റ്റാർട്ടപ്സിനും അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 6 months കൊണ്ടൊക്കെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു 1 year കൊണ്ടൊക്കെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം പോകും. അവരുടെ ടൈം എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി അവർക്ക് അത്രയും മാസത്തെ കോസ്റ്റ്, സ്റ്റാഫിങ് മറ്റേതൊക്കെ പോകും. അതിന്റെ ഇടയിൽ എപ്പോ വേണമെങ്കിലും ഇതിനോടുള്ള ഒരു താല്പര്യവും പോകും. ഫാസ്റ്റ് ഗോ ടു മാർക്കറ്റ് അത്രയും പെട്ടെന്ന് പോവുകയാണെങ്കിൽ അത്ര അടിപൊളിയായി. പിന്നെ നമ്മളിപ്പോ ചെയ്ത പല പ്രോഡക്ട്സും ഒരുപാട് കാലം യൂസ് ചെയ്തിട്ട് പിന്നെ അവരുടെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് അവര് ഓൺ ചെയ്ത പ്ലാറ്റ്ഫോംസും ഉണ്ട്. നമ്മൾ അതിനും നമുക്ക് 2 ഡിവിഷൻ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും നമ്മൾ ചെയ്തു. അതായത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് എടുത്ത് പിന്നെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും. അപ്പോൾ ഓരോ ബിസിനസ്സിനും അവരുടെ ഒരു ശൈലി
ചെറിയൊരു ട്വിക്സ് ആവശ്യം ഉണ്ടാവും. ജനറലിഫൈ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതാണ് മെയിൻ പ്രൊഡക്ട്സ് വരുന്നത്? മെയിൻ ആയിട്ട് ഇപ്പോൾ വരുന്നത് ഹോവിൻ ഫ്ലീറ്റ് എന്ന് പറഞ്ഞ ലോജിസ്റ്റിക്സ് പ്രോഡക്റ്റ് തന്നെയാണ്. അതാണ് നമുക്കൊരു അതിന്റെ ഒരു ടാർഗറ്റ് കസ്റ്റമർ ആരാണ്? അത് കമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ നിഷാണ്. പറഞ്ഞ പോലെ ഒരു ഓപ്പൺ ബിസിനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന. പക്ഷെ എന്തായാലും മാർക്കറ്റിൽ എന്നും ആവശ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റും ആണ്. അതാണ് കസ്റ്റമർ ബേസിന്റെ ലോജിസ്റ്റിക്സ് ആണ് വരുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ലോജിസ്റ്റിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ലോജിസ്റ്റിക്സ് വേണ്ട, നിങ്ങൾക്ക് ഒരു സെയിൽസ് മാർക്കറ്റിംഗ്. അപ്പൊ ഈ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെ ട്രാക്ക് ചെയ്യണം, അവരെവിടെ എത്തിയെന്ന് അറിയണം, അവരെന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അതും നമുക്ക് ഇതിൽ ചെയ്യാം. ഒരു വെഹിക്കിളിനെ ട്രാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഡിവൈസിനെ ട്രാക്ക് ചെയ്യാനും, അവരെത്ര ടാസ്ക് ചെയ്തു, അവരെന്തൊക്കെ ചെയ്തു, ഇന്നത്തെ ഏർണിങ്സ് എത്രയാണ്, അവരെന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ മൊഡ്യൂളൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങളൊരു മേ ബി നിങ്ങൾക്കൊരു ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഉള്ള ഒരു വെയർ ഹൗസിന്റെ ഓണറാണ്. അപ്പൊ അങ്ങനെയാ നിങ്ങൾക്ക് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. എത്ര റൗട്ടിന് നിങ്ങൾ എത്ര റൂട്ടിന് പോയി ബേസിക്കലി പറയാം. അപ്പോൾ ഇവിടെ ഉള്ള ചെറിയ നോർമൽ കമ്പനീസിനൊക്കെ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആവശ്യം വരും. അപ്പൊ അവരുടെ ഡ്രൈവേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അതിന്റെ എഫിഷ്യൻസി അറിയാനും, ഇനി ഫ്യൂവൽ എഫിഷ്യൻസി അറിയാനും, പിന്നെ ചില ഇപ്പോൾ ഞങ്ങൾ ചില കമ്പനീസ് ഇപ്പോൾ നമ്മൾ സൂപ്പർ ജോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട് കൊച്ചി ബേസ്ഡ്. അവരുടെ ഐസ്ക്രീം ഡെലിവറി കമ്പനിയാണ്. -18 ഡിഗ്രിയിൽ ഐസ്ക്രീം ഡെലിവറി എന്നൊരു കമ്പനിയാണ്. അവർക്കൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് എവറി 60 മിനിറ്റ്സ് റിപ്ലേസ് ചെയ്യണം. അതിന്റെ ടെമ്പറേച്ചർ കുറയാൻ. അത് നമ്മൾ IoT വെച്ചിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ. അങ്ങനെ ഓരോ കമ്പനിക്കും ആവശ്യമുള്ള രീതിയിൽ അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. ജനറലി ഇതാണ് സോഫ്റ്റ്വെയർ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അതിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. സോ പ്രൊഡക്ട്സിൽ വരുന്നത് അതാണ് മെയിൻ ആയിട്ട്. പിന്നെ സർവീസസിൽ എങ്ങനെയാണ്? സർവീസ് നമ്മൾ എൻഡ് ടു എൻഡ് ഒരു ബിസിനസ്സിന് വേണ്ട, അതിനെ ഓട്ടോമേറ്റ് ചെയ്യേണ്ട എല്ലാ രീതിയിലുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കും. അവരൊപ്പം ഇരിക്കും. ചിലർക്ക് ഫാക്ടറീസ് ഉണ്ടാവും, ചിലർക്ക് വേറെ ബിസിനസ് നേച്ചർ ആയിരിക്കും. അപ്പൊ അവരൊപ്പം ഇരുന്ന് നമ്മളൊരു കൺസൾട്ടന്റ് പോലെ കൊടുത്ത് അവർക്ക് ഏത് ടെക് യൂസ് ചെയ്യണം, എങ്ങനെയാ അതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണ്ടേ. അപ്പോൾ പല ബിസിനസ്സിലും വരുന്ന അൺവാണ്ടഡ് സ്റ്റാഫിങ്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. കുറെ ചെറിയ കാര്യങ്ങൾ ടെക്നോളജി വെച്ച് ഹാൻഡിൽ ചെയ്യുന്നത്, മാൻ പവർ വെച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ മേ ബി ഒരു എക്സൽ എക്സ്പോർട്ടിന് ഒരു ഓട്ടോമേറ്റഡ് ഫംഗ്ഷൻ കൊടുത്താൽ വർക്ക് കുറയുന്ന ഒരു എക്സാമ്പിൾ സിനാരിയോ ആണ്. കുറയുന്ന ഒരുപാട് ഉണ്ടാവും. നമ്മൾ സ്റ്റാഫിന്റെ എണ്ണം കുറക്കാന്നല്ല, ക്വാളിറ്റി ആയിട്ട് നമുക്ക് വേറെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യേണ്ട ഏരിയാസിലോട്ട് ആൾക്കാരെ മതി. ബാക്കിയുള്ളത് ബോറിംഗ് ടാസ്കുകളൊക്കെ ടെക് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ബിസിനസ് പെട്ടെന്ന് ഗ്രോ ചെയ്യും. പുതിയ ടൈപ്പ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഓപ്പൺ ആവും. ഈ ഡാറ്റ എൻട്രി പഴയപ്പോ നമ്മൾ ടൈപ്പ് റൈറ്റർ അതിനൊക്കെ ഇപ്പൊ ആൾക്കാരെ വെക്കുക എന്ന് പറയുന്നത് ഇത് പോയി, ടൈം പാസ്സായി. അപ്പൊ അത് എങ്ങനെയാ നിങ്ങൾ ചെയ്യാറ്? പോയി കമ്പനിയിൽ പോയി അവരുടെ ഒരു മൊത്തം എൻഡ് ടു എൻഡ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അനലൈസ് ചെയ്ത് അവിടേക്ക് ആവശ്യമുള്ള ടെക് കൊണ്ടുവരും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരുടെ പ്യുവർ അവരെ റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യും. അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഏത് കമ്പനിക്കും അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവും. അത് സോൾവ് ചെയ്യാനായിരിക്കും അവർ ഫസ്റ്റ് വരുന്നത്. അപ്പൊ അത് നമ്മൾ ആ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസസ് മനസ്സിലാക്കും. ചിലപ്പോ അവര് വിചാരിച്ച പ്രോബ്ലം ആവില്ല ഇതിനെ കോസ് ചെയ്യുന്നത്. ഇത് ടെക് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സോർട്ട് ചെയ്യാം. ഇപ്പോ നമ്മളൊരു ഫാക്ടറി, അവിടെ അവർക്ക് ആൾറെഡി മറ്റേ എന്താ പറയാ കൺവെയർ ബെൽറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർക്ക് എത്ര പ്രൊഡക്ട്സ് ഔട്ട്പുട്ട് ആയി എന്ന് അറിയണില്ല. അപ്പൊ അവിടെ ഒരു ക്യാമറ, ഒരു IoT ഡിവൈസ്, അവിടെ എത്ര പ്രൊഡക്ട്സ് ആയി എന്നുള്ളതൊരു ഒരു ബേസ്ഡ് സാധനമുണ്ട്. ഓപ്പൺ സോഴ്സ്, ഓപ്പൺ CV എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് സ്കാൻ ചെയ്ത് പ്രൊഡക്റ്റ് കൗണ്ട് കിട്ടും. അത് ഒരാൾ മാനുവലി ഇരുന്ന് മുഴുവൻ കൗണ്ട് ചെയ്ത് ഒരു ദിവസം കഴിയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ അവിടെ കട്ട് ഡൗൺ ചെയ്തു വളരെ കുറഞ്ഞ കോസ്റ്റില്. ഇതുപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മേ ബി നമുക്ക് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കൂടി ഉണ്ടാവില്ല. മേ ബി നമുക്ക് സജസ്റ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇനി അതിൽ സോഫ്റ്റ്വെയറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് ആ പ്രോഡക്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അത് ചില പ്രോഡക്ട്സ് ഞങ്ങൾ പ്രോഡക്റ്റ് ആക്കുന്ന പ്രോഡക്ട്സ് ഇവരുടെ ഇതൊന്നും യൂസ് ചെയ്യും, നമ്മൾ ഐഡിയാസ് അതൊന്നുമില്ല. അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സോഴ്സ് കോഡ് അടക്കം നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കും, ഔട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ഇറ്റ്സ് ദെയർ പ്രോഡക്റ്റ്. പിന്നെ അവർക്ക് മെയിൻ്റെനൻസോ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മളായിട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ. സോ അതിൽ അപ്പോൾ ഇപ്പോൾ സർവീസസിൽ വരുന്നത് മെയിനായിട്ട് എന്തൊക്കെയാണ്? അപ്പോൾ സർവീസസിൽ വരുന്ന കൊടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ERP സോഫ്റ്റ്വെയർസ് ഉണ്ട്, പിന്നെ POS സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെയാണ് ജനറലി പോകുന്ന സോഫ്റ്റ്വെയർസ്. പിന്നെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ
ഓരോ ബിസിനസ്സിനനുസരിച്ചാണ്. അത് വീണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഫുഡ് ഡെലിവറി കമ്പനീസിന് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈറ്റിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട് പെരിന്തൽമണ്ണ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബിസിനസ്സസിന് നമ്മൾ രത്നഗിരി, ചിറ്റൂർ, അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വർക്ക്സ് തന്നെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന് വേണ്ട ഏകദേശം നേച്ചറിലുള്ള സൊല്യൂഷൻസ് ഒക്കെ നമ്മളടുത്ത് റെഡി ആയിരിക്കും. അതിന്റെ സ്റ്റോർ മാനേജർ കാര്യങ്ങൾ സോഫ്റ്റ്വെയർസ് ഒക്കെ. ഇതിപ്പോ ഒരു ബിസിനസ്, നിങ്ങളെ ഇവിടുത്തെ ബിസിനസ് സ്കൂളാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് നിങ്ങൾക്ക് എത്ര കൺസൾട്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര കുട്ടികൾ വരുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങൾ, അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ വാട്ട് യു റിക്വയർ അതെടുത്ത് അതിനെ സ്റ്റഡി ചെയ്ത് ഒരു പ്ലാൻ ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കും. എന്നിട്ട് അതിനെ ഫേസസ് ആയി കൊടുക്കും. അപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ ഒരുമിച്ച് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇടാനോ ഒന്നും കഴിയില്ല, ആരും കഴിയില്ല. അപ്പോൾ ഇത്ര ഫേസിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ ഫേസിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മളെല്ലാരും സ്റ്റാർട്ടപ്സ് ആയിരുന്നു. നമ്മളെല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുക അവർക്ക്. നമ്മളിപ്പോ ഇനിയിപ്പോ ഇവര് ഒരു പ്രോഡക്റ്റ് റൺ ചെയ്താൽ തന്നെ പിന്നെ സ്കെയിലിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവരുടെ റെക്കറിങ് സെർവർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ കട്ട് ഡൗൺ ചെയ്യാം, അവിടെയൊക്കെ നമ്മൾ കൺസൾട്ടിങ് കൊടുക്കും. ഒരു വൈഡ് ഫീൽഡാണ്. ഓക്കെ. സോ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ മെയിൻലി ഇപ്പോൾ സർവീസ് കമ്പനീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെബ്സൈറ്റുകളായിരുന്നല്ലോ ബേസിക് നീഡ്. അപ്പോൾ അതിലിപ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? യൂഷ്വലി നിങ്ങൾക്ക് വരുന്ന ഏറ്റവും അധികം റിക്വസ്റ്റുകൾ, ഇപ്പോൾ ERPനെ പറ്റി പറഞ്ഞു, ലോജിസ്റ്റിക്കിനെ പറഞ്ഞു, ഏറ്റവും അധികം അതായത് ടെക് കൊണ്ട് സോൾവ് ചെയ്യാൻ വരുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക്? വെബ്സൈറ്റ് ഈസ് എ ബേസിക് റിക്വയർമെന്റ്. അതെന്നും ഏതൊരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു ബേസിക് സാധനമാണ്. അതെന്തും നമുക്ക് എപ്പോഴും വരുന്ന ഒരു റിക്വയർമെന്റിൽ ഒന്നാണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് ടീമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഞങ്ങൾ ചെയ്ത വർക്ക്, ഏറ്റവും കൂടുതൽ ചെയ്ത വർക്ക് ഏതാണോ അതിന്റെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഞങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നത്. ഇപ്പോൾ IT കമ്പനീസ് ആണെങ്കിൽ നമ്മൾ ആഡ് റൺ ചെയ്താലൊക്കെ നമുക്ക് സ്പെസിഫിക് പ്രോഡക്ട്സിന്റെ ആഡ് റൺ ചെയ്യാൻ കഴിയുള്ളൂ. സർവീസസിന് ആഡ് റൺ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ കസ്റ്റമറിന് എന്താ വേണ്ടത് പല പല റിക്വയർമെന്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും നമ്മൾ എക്സിസ്റ്റിംഗ്ലി ചെയ്ത പ്രോഡക്ട്സിന്റെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ലോജിസ്റ്റിക്സ് പ്രോഡക്ട്സും അതാണ് ഞങ്ങൾക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് വരുന്നത്. നമ്മൾ വേറെയും പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ US പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കസ്റ്റമറും വെണ്ടറും തമ്മിൽ ഡീസെൻട്രലൈസ്ഡ് മോഡലിൽ കണക്ഷൻ ആവുക. അതായത് ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും കമ്മീഷൻ ബേസ്ഡ് ഒക്കെയാണ്. അതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ പല വെറൈറ്റി പ്രോഡക്ട്സും ഓരോ കൺസെപ്റ്റ്സിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റെഫറൻസിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. ഓക്കെ. സോ ഇതിൽ ഞാൻ വെബ്സൈറ്റ് നോക്കിയായിരുന്നു, ഭയങ്കര രസമായിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ AI ഇംപ്ലിമെന്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AI നിങ്ങളുടെ ഒരു ഫോക്കസ് ഏരിയ എങ്ങനെയാണ്? AI ഒന്നുകൂടെ ഒരു നിഷ് കോർണറാണ്. ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ പ്രോഡക്ട്സിലാണ് ഇപ്പോൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ഇപ്പോൾ നമുക്ക് ലോജിസ്റ്റിക്സിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന റൗട്ടിൽ ട്രാഫിക് ജാം ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ആൾറെഡി ആ ഡാറ്റാസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇത്ര ഡെലിവറി ചെയ്യാൻ ഇത്ര സമയം എടുക്കും. ഇത് നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റനെ വെച്ചിട്ട് നമുക്ക് സജസ്റ്റീവ് ആയിട്ട് ഡാറ്റ കൊടുക്കാനും പിന്നെ ഈ ഡെലിവറി പെർഫോമൻസ് ഇൻക്രിമെന്റ് ചെയ്യാനും ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഈ ഡാറ്റ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് AI വെച്ചിട്ട്. പിന്നെ നമുക്ക് ബേസിക് വേണ്ട ഏറ്റവും കൂടുതൽ പിന്നെ റിക്വയർമെന്റ് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ ചാറ്റ് ബോട്ട്സ് ആണ്. ഇപ്പോൾ ഏകദേശം കസ്റ്റമർ സർവീസ് അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ശരിക്കും ഒരു 70% കട്ട് ഡൗൺ ചെയ്യും. വെരി ഹ്യൂമൻ ഫീൽഡ് ചാറ്റ് ബോട്ട്സ് ആണ്. എക്സ്ട്രീംലി ഹ്യൂമൻ, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഏകദേശമായിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ടെക് അറിയുന്ന ആള് വരെ ഇത് നമ്മൾ അറിയോ ഹ്യൂമൻ എന്ന് ചോദിക്കുമ്പോഴാണ് ഐ കണക്ട് യു ടു ഹ്യൂമൻ സപ്പോർട്ട് ഏജന്റ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ജനറലി എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സും ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഡീപ്പായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില ഫിറ്റ്നസ് ആപ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആള് നിൽക്കുന്ന കമ്പനി കണ്ടായിരുന്നു ഡീറ്റ ബാട്ട എന്ന് പറഞ്ഞൊരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് അവർ അത്യാവശ്യം സോഷ്യലി
സൗണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ അവർ നിൽക്കുന്നുണ്ടോ, ആളെ പൊസിഷൻ കറക്റ്റ് ആണോ, ഇതൊക്കെ ക്യാമറ വെച്ചിട്ട് ഇതേ നമ്മളൊരു എഞ്ചിൻ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പേഴ്സണലൈസ് ചെയ്ത് കൊടുത്ത എഞ്ചിനാണ്. അപ്പോൾ അങ്ങനത്തെ നെസസിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യും. നമ്മുടെ പ്രോഡക്ട്സുമേ നമുക്ക് ഇഷ്ടമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എഐനെ കുറിച്ച് മേ ബി ബിസിനസ് വേൾഡിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺലി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ഇടാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യാൻ അറിയും. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ, അതൊരു മേജർ പ്രശ്നം. അപ്പൊ ഇവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഐ എന്താണ് എല്ലാവർക്കും മേ ബി മനസ്സിലാവും. മേ ബി നമ്മളെ യങ്ങർ എന്റർപ്രണേഴ്സിനൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും. പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ട് ലെഗസി മോഡലിൽ ഓടുന്ന ആൾക്കാർ, ട്രഡീഷണൽ ബിസിനസ്സുകൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ അവർക്കത് മനസ്സിലാക്കി എടുക്കാനും അതെടുക്കാനൊരു ടൈമുണ്ട്. നമ്മള് മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വൺസ് അവർ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഇതെന്താ നെക്സ്റ്റ് ലെവൽ എന്നാണ് കോമൺ ക്വസ്റ്റ്യൻ. ഇതിപ്പോ ഹോവിന്റെ മെയിൻ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? കേരളത്തിൽ നമുക്ക് ഇവിടെ ഉണ്ട്, കേരള ഉണ്ട്, പിന്നെ മീന റീജൻ, മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ്, അതാണ് നമ്മളൊരു മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മെയിൻ സെയിൽസ് പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? ഞങ്ങളുടെ സെയിൽസ് പ്രോസസ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പിന്നെ റെഫറൻസ്, മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെഫറൻസ് ബേസ്ഡ് പ്രോജക്ട്സ് ആണ്. പിന്നെ നമ്മളപ്പോൾ ഉള്ള പ്രോജക്റ്റ്, നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അതൊരു 1 or 2 months ഇയർ കൊണ്ടോ തീരില്ല. അത് നമ്മളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും, ലോങ് ടേം എൻഗേജ്മെന്റ് ആയിരിക്കും. അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട്, അവരുടെ ഹ്യൂജ് അക്കൗണ്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന അവരെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അതാണ് അവർക്കും നമ്മളടുത്ത് നിന്നൊരു ആവശ്യം. അപ്പൊ അതങ്ങനെ എൻഗേജ് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഓക്കെ ഓക്കെ. സോ ഞാൻ സ്ലൈറ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ഗിയർ. സോ എനിക്കാണ് ഒരു ഓവറോൾ ഐഡിയ കിട്ടി നമ്മൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ സുഫീയുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലൈക്ക് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ദിസ് ഹോൾ തിങ്, റൈറ്റ്? ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഐ വുഡ് വാണ്ട് ദ ഓഡിയൻസ് ഓൾസോ ടു ഹിയർ ദാറ്റ് ജേർണി, റൈറ്റ്? ഞാൻ ആക്ച്വലി +1 +2 മെഡിസിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കൊരു മെഡിസിന് ഞാൻ ഭയങ്കര മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആഗ്രഹമില്ല, പുഷ് ചെയ്തിട്ട് ഞാൻ +1 +2 അങ്ങനെ നമ്മൾ എന്താ പറയുക എൻട്രൻസ് കോച്ചിങ് ഒക്കെ കയറി ഒരുപാട് അതിന് കഷ്ടപ്പെട്ടു. പക്ഷെ അത് എന്താ പറയുക നമുക്ക് താല്പര്യമില്ല, എന്നാൽ എന്താ പറയുക നമുക്ക് ലൈഫിൽ സക്സസ് ആവണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പ്രായമാണ്. അപ്പൊ അന്ന് നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഫെറാരി എഞ്ചിനീയർ ആയിരിക്കും, അടുത്ത ദിവസം കമ്പ്യൂട്ടർ സയൻസ് ആയത് സ്റ്റീവ് ജോബ്സിന്റെ വീഡിയോ കണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോകും. നമുക്കറിയാത്ത ചേഞ്ചിങ് പ്രായം. അപ്പം കോമൺലി കാണുന്ന കാര്യം എന്താ, പാരന്റ്സ് ആയാലും അവരൊരു ഏജില് സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ കണ്ട സക്സസ്ഫുൾ പീപ്പിൾസ് അതാണ്. അപ്പൊ നമുക്കും അത് തരും മൈൻഡിലോട്ട്, ഓക്കെ ഡോക്ടറായ രക്ഷപ്പെടും. പക്ഷെ ഈ ഒരു ചെറുപ്പം മുതലേ എൻ്റെ ഉപ്പ എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഒരു പ്രായം കൃത്യമായിട്ട് അറിയില്ല, കമ്പ്യൂട്ടർ, ഞാൻ സൗദിയിലായിരുന്നു, അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇത് അയച്ചത്. ഏറ്റവും ഫസ്റ്റ് എനിക്ക് ക്യൂരിയോസിറ്റി വന്നത് ഇതിലെങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതിലൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. GTA San Andreas ഒക്കെ എല്ലാവരും കളിച്ച ഗെയിംസ് ആ പ്രായത്തില് അതില് മോഡിഫിക്കേഷൻസും മറ്റേതൊക്കെ ഞാൻ ഒരു ഫോറം തുടങ്ങി ഓൺലൈനിൽ അന്ത പ്രായത്തില്. അതില് കുറെ മോഡിഫിക്കേഷൻ ഗെയിം എഡിറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഗെയിമിന് പുതിയത് ക്രിയേറ്റ് ചെയ്യില്ല, ഇല്ല എക്സിസ്റ്റിംഗ് ഗെയിമിനെ എഡിറ്റ് ചെയ്തിട്ട് പുതിയത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഔട്ട് ചെയ്യുക. അതിന് പിന്നെ ഈ ആരാന്ന പേരൊന്നും അറിയാത്ത കുറെ കമ്മ്യൂണിറ്റി ബിൽഡായി അതില്. അന്ന് നല്ല കുറെ റിലേഷൻഷിപ്സ് കിട്ടി. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടും, അതൊരു ഇതുള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ കിട്ടി, ഗെയിമിങ്ങിലേക്ക് ഇറങ്ങി, ഗെയിമിങ്ങിന്റെ കസ്റ്റമൈസേഷൻ തുടങ്ങി. അങ്ങനെ അതിങ്ങനെ തിളച്ചു നിൽക്കുമ്പോൾ നാട്ടിലോട്ട് വന്നു. പിന്നെ നാട്ടിലായപ്പോൾ പിന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഈ ഒരു സ്ട്രീമിലോട്ട് പോയി. പിന്നെ അത് പെട്ടെന്ന് ഫുള്ളായിട്ട് കട്ട് ഓഫ് ആയി. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്തത് എനിക്ക് ഇത് എന്തായി, നീറ്റ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയില്ല. പിന്നെ ഒരു പ്രായമായല്ലോ, ഞമ്മളൊരു തീരുമാനം എടുക്കണം, തീരുമാനം എടുക്കണം എന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ ബ്രദറിന് ഒരു IT കമ്പനി ഉണ്ട്. IT മീൻസ് പുള്ളിക്കൊരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് ബാംഗ്ലൂരിൽ. അവരൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ വെബ്സൈറ്റും ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ നിൽക്കണം. ഒരു ഹ്യൂജ് കോസ്റ്റ് എന്തോ കൊട്ടേഷനൊക്കെ കൊടുത്തു വേറെ ഏതോ കമ്പനി. ഇതെന്താ ചെറിയ
പണിയുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ നമ്മളൊരു ഇതില് നമ്മളൊരു ഐഡിയക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ പുള്ളി അത് ഞാനൊരുപാട് നമ്മളിങ്ങനെ കളിച്ചിറക്കാന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ അത് ഉണ്ടെന്ന് പുള്ളിക്കും അറിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് തന്നു. എനിക്ക് ചെറിയൊരു ഗെയിമറാണ്, ഗെയിമിങ്ങിൽ പിന്നാലെ പോണ ഒരാളാണെന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നെ. ഇതൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. എനിക്കൊരു പുള്ളി റിവാർഡ് തന്നു. ആദ്യമായിട്ട് ഞാൻ ഏൺ ചെയ്തൊരു പൈസ അതായിരിക്കും. അതായത് വെബ്സൈറ്റ് ആ സംഭവം ചെയ്യാൻ പറഞ്ഞു. അവർക്ക് അന്നത്തെ പ്രായത്തിൽ തന്നെ എന്തോ 10,000-20,000 30,000 രൂപ എന്തോ കൊടുത്ത കൊട്ടേഷൻ ഞാൻ ചുമ്മാ അങ്ങ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. അതെന്തോ ഓൺലൈൻ ടൂൾസ് വെച്ച് ചെയ്തതാണ്, കോഡ് ചെയ്തതൊന്നല്ല. അപ്പൊ അവരത് സാറ്റിസ്ഫൈഡ് ആയി, അവർക്ക് അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അത് കൊടുത്തു. അപ്പൊ എനിക്ക് 5,000 രൂപ എന്തോ തന്നു. ഞാനെന്താ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ എമൗണ്ട് കാര്യം നടന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി കൂടി ഫ്രീലാൻസ് മോഡലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇതേ കസിൻ ബ്രദർ തന്നെ എന്നോട് ചോദിച്ചു, നമുക്കൊരു IT സ്റ്റാർട്ടപ്പ്, മാർക്കറ്റിംഗ് കമ്പനി, അവർക്കുള്ള ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു ഈ IT പ്രോഡക്ട്സിനൊക്കെ ഹ്യൂജ് കോസ്റ്റാ. ചുമ്മാ അങ്ങ് വലിയ പൈസക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും, എന്നാൽ ക്വാളിറ്റി സർവീസും കൊടുക്കില്ല. അപ്പൊ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ഏതൊരു സ്ഥലത്തേക്ക് പോയാലും നല്ലൊരാളെ കിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടും. നല്ല ക്വാളിറ്റിയിൽ നല്ല സോഫ്റ്റ്വെയർ കിട്ടാൻ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നല്ലേ അത്. അത് കാരണം പെട്ടെന്ന് അത് സോർട്ട് ആവില്ല. നല്ല ടീം വേണം, കസ്റ്റമൈസ് ചെയ്ത് ആ കറക്റ്റ് റിക്വയർമെന്റ് ചെയ്യണം. പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്തത് സ്റ്റേബിൾ ആവണം. അത് നല്ല ടൈം എടുക്കും. പിന്നെ നല്ല ടീം വേണം, നല്ല എക്സ്പീരിയൻസ്ഡ് ടീം വേണം. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ആ ചെറിയ പ്രായത്തിലും വെബ്സൈറ്റ് ഞാൻ ചെയ്തു, പക്ഷെ അത് അതിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു നല്ല സാധനം ചെയ്തെടുക്കണമെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ്ഡ് പിള്ളേരെ അവിടെ വേണം. അപ്പോൾ ഇങ്ങനെ പുള്ളി എന്നോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ BC ഒക്കെ പഠിച്ചോ, നീ ഈ ലൈനിൽ പൊക്കോ, നിനക്ക് അതാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും അത് കത്തി. ഞാനും എനിക്കത് കൺവേ ചെയ്തു. മെഡിസിനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, ഉപ്പാക്ക് കൺവേ ചെയ്തു. അപ്പൊ അങ്ങനെ ആണ് നിന്റെ ഒരു താല്പര്യം. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ, നിന്റെ താല്പര്യം പോലെ നീ പൊക്കോ എന്നുള്ള രീതിയിൽ അത് തന്നു. അപ്പൊ ഞാൻ ആ റൂട്ടിൽ പോയി BC ഒക്കെ പഠിച്ചു. സെന്റ് മേരീസ് കോളേജ് നാട്ടിൽ തന്നെ, എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി നല്ലതാണ്. അങ്ങനെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് വലിച്ചു. പുള്ളിക്കാരൊരു ഫേം പോലെ സ്റ്റാർട്ട് ചെയ്ത് തന്നു എനിക്ക്. എന്നെ അതിൽ ഒപ്പം കൂട്ടി. പിന്നെ പുള്ളിന്റെ ഒരു വേറെ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ സെറ്റ് ഇപ്പോഴത്തെ ഹോം ബോർഡ് അതാണ്. അതന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് എന്നിൽ ഇതിലൊരു ഫയർ ഉണ്ട്. അപ്പോൾ അവർക്ക് ബേസിക്കലി ടെക് ഒന്നും അന്ന് സൗണ്ട് അല്ല, പക്ഷെ അവർക്ക് ടെക്കിൽ വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ടെക് സോർട്ട് ചെയ്യാൻ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ അവർക്കും, എനിക്കൊരു ഫ്രീലാൻസ് ചെയ്ത് തെരപര നടക്കണ്ട, നമുക്കൊരു കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതിന് അവര് അന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇട്ടു, സ്റ്റാഫിനെ ഹയർ ചെയ്തു. അതിന്റെ സ്ട്രക്ചർഡ് പ്രോസസ് ഇന്നത്തെ പെരിന്തൽമണ്ണയിൽ നമുക്ക് ബാംഗ്ലൂരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ബേസിക്കലി ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് കുറെ കാലം. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഓൺ ചെയ്യുന്ന എന്റെ കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് ഞാൻ എംപ്ലോയീസിന് കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് എന്താ പറയാ, പിന്നെ ജേണിയാണ്, അപ്പ് ആൻഡ് ഡൗൺ പ്രോജക്ട്സ്. അതായത് ഇപ്പോ നമുക്കൊരു വളരെ ചെറിയ ടീം സൈസിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് വരുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ആദ്യകാലത്ത് ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ഓഫീസ് ഇട്ടതിന്റെ കാര്യം ഈ ടെക് പീപ്പിളിനെ കിട്ടാല്ല നമ്മളെ നാട്ടിലൊന്നും. നല്ല ടെക് IT റിസോഴ്സസ്, നല്ല IT-ക്കാര് നമ്മളിപ്പോ ബാംഗ്ലൂർ പോയാലും കൊച്ചി പോയാലും ആൾക്കാർ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരാണ്. കേരള മീൻസ് അവര് ഔട്ട്സൈഡ് ബാംഗ്ലൂർ, ഡൽഹി, ഗുർഗാവ്, മുംബൈ, അങ്ങനെ എവിടെയെങ്കിലും പോകും. എന്നിട്ട് അവിടെ സാലറി ഹൈ ആയിരിക്കും, പക്ഷെ അവിടെ എക്സ്പെൻസ് ഹൈ ആയിരിക്കും. എന്നിട്ട് അങ്ങനെ ലൈഫ് അങ്ങനെ ലൂപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരുപാട് പേര് അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, എന്താണ് നമുക്ക് ഇവിടെ നമ്മളെ നാട്ടിൽ നല്ലൊരു ഡെവലപ്പേഴ്സിനെ കിട്ടാൻ എന്ത് ചെയ്യും? ഒരു ഓപ്ഷനും എങ്ങനെ നോക്കിയിട്ട് ഒരു ഓപ്ഷനും കാണില്ല. പുറത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇതാക്കുമ്പോൾ അവർക്ക് ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ആണ്. നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനീഷ്യലി ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് എൻ്റെ കോളേജ് സർക്കിളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പുള്ളി ചെയ്തു. അവർ പഠിക്കുന്നതിൽ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ആൾക്കാരെ പുള്ളി ചെയ്തു. അത് നല്ല ബ്രില്യൻ, ഇപ്പോ നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, IBM-ൽ പ്ലേസ്ഡ് ആയ ആൾക്കാരുണ്ട് ആ കൂട്ടത്തില്. പിന്നെ
നല്ല രീതിയിൽ ഇപ്പോ നല്ല സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അത് അന്ന് എന്റെ ഒപ്പം ജോയിൻ ചെയ്ത് ആ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ കടന്ന സ്ട്രഗിളില് അതിൽ പോളിഷ്ഡ് ആയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ അവരുടെ ആ പോളിഷ് ആയിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ടായിരുന്നു. ഏത് വർഷത്തിലപ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ? നമ്മളൊരു 2016-17 ആ ടൈമില്. പേരൊക്കെ പിന്നെ വന്നാണ്, ഇൻക്ലൗഡ് ആയതും അതൊക്കെ പിന്നീട് വന്ന സംഭവങ്ങളാണ്. ബേസിക്കലി ഹോവിന്റെ അർത്ഥം എന്താ ശരിക്കും പറഞ്ഞാൽ? ഹൗ ടു വിൻ എന്നുള്ളതാണ്. ഓ നൈസ്. ഹൗ ടു വിൻ ഇൻ ഇന്റർനെറ്റിൽ ക്ലൗഡ് അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് പേരിട്ടത്. അതൊക്കെ പിന്നെ എന്റെ മറ്റേ കസിൻ ബ്രദർ ആ പുള്ളിയുടെ തലയിൽ നിന്ന് വന്ന. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. വെബ്സൈറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് വെറും വെബ്സൈറ്റ്, സാധാ വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുക, ഏറ്റവും ലോ കോസ്റ്റിൽ വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ. പിന്നെ നമ്മള് വെബ്സൈറ്റ് എപ്പോഴാണ് ഷിഫ്റ്റിംഗ് വന്നത്? അപ്പോൾ നമുക്കൊരു ഓൺ പ്രോജക്റ്റ് വന്നു, ഒരു ഈറ്റിഗോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഡെലിവറി കമ്പനി വന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ്. ഏത് വർഷം അപ്പോൾ? അത് കോവിഡിന്റെ ഒക്കെ ജസ്റ്റ് മുന്നേ. കോവിഡ് വന്നില്ല, 2019 ആ സമയത്ത് എല്ലാരും ഡെലിവറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം. കോവിഡ് വന്നതിന് ശേഷം ഡെലിവറിക്ക് ഷിഫ്റ്റ് ചെയ്തു. കോവിഡ് വരുന്നതിന്റെ മുന്നേ അപ്പോൾ ഏകദേശം 6 മാസം ഇവരും സ്ട്രഗിൾ ചെയ്തു, സെയിലൊന്നും ഇല്ലാതെ. കാര്യമായിട്ട് ഞങ്ങൾ ഓഫീസിൽ തന്നെ ഓർഡേഴ്സ്. അപ്പൊ അങ്ങനെ തുടങ്ങി. അപ്പൊ ഈ ഒരു ഫുഡ് ഡെലിവറി കമ്പനി സെറ്റപ്പ് ചെയ്യാന് നമ്മൾ സാധാ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന സ്കില്ല് പോരാ. അപ്പൊ ഒന്നുകൂടെ സ്കിൽ സെറ്റിലെ ആൾക്കാരും മൈൻഡ് സെറ്റിലെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം. അത് ഫുള്ള് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റും മറ്റ് ഡാറ്റ വെച്ചുള്ള പരിപാടികളും ഒന്നുകൂടെ ഒന്ന് കോറിലോട്ട് പോയി. അതിനനുസരിച്ചുള്ള നമ്മളും എന്താ പറയാ പതിയെ അതിലോട്ട് എലിവേറ്റ് ചെയ്ത് വന്നു. പിന്നീട് ഈ ഒരു സാധനം ഈറ്റിഗോ എന്ന് പറയുന്ന ഫോമും അതുപോലത്തെ വർക്ക്സ് ഒക്കെ പബ്ലിക് റിലേറ്റഡാ, ഡയറക്റ്റ് കസ്റ്റമേഴ്സിലെ പ്രോജക്ട്സാ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, അത് പലതും ഫോർ ബിസിനസ് ആണ്. ഈ ബിസിനസ് ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ സെർച്ച് ഫോർ അസ്. അപ്പൊ അതേപോലെ ഈറ്റിഗോ ഗ്രൗണ്ടിൽ വന്നു, അതുപോലെ കുറെ ആപ്സ് ലൈവിൽ വന്നു. അവര് നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള കാരണമായിരുന്നു? ഈറ്റിഗോ നമ്മളെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അതിലൊരു വേറെ എക്സ്റ്റേണൽ ആളുണ്ടായിരുന്നു, ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു. ടെക് നമ്മൾ ചെയ്തു തരാം, ടെക് വാസ് എ വെരി കോസ്റ്റ്ലി പാർട്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു തരാം, നമുക്കൊരു ട്രൈ ചെയ്യാം. നമ്മളൊരു ഫസ്റ്റ് നമ്മളൊരു അത് അപ്പൊ നിങ്ങൾ ഇന്റേണലി ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് അല്ല പുള്ളിക്കൊരു ക്ലിയർ ഐഡിയ, ഒരു ഫുഡ് ഡെലിവറി കമ്പനി തുടങ്ങണം, നാട്ടിൽ തുടങ്ങിയാലോ. നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒക്കെ ഇതുണ്ട്, നാട്ടിലില്ല. നാട്ടിൽ നിന്ന് അവിടത്തെ റെസ്റ്റോറൻറ്റ്സും ഫുഡും എല്ലാം കണ്ടിട്ട് അങ്ങനെ ഈ ഇത് ഇങ്ങനെ തുടങ്ങി. നമുക്ക് അതിന്റെ ടെക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നില്ല ഐഡിയ. അത് ക്ലിക്കായി, പ്രോജക്റ്റ് ക്ലിക്കായി. നല്ല ഒരു 10 to 25 lakh. അപ്പോൾ എനിക്ക് അതിൽ മനസ്സിലാകാതെ നിങ്ങള് ഒരു ടെക് പാർട്ട്ണർ പോലെ കണ്ട് ആൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ തുടങ്ങി പ്രോജക്റ്റ് റൺ ചെയ്തു. പിന്നെ ആ പ്രോജക്റ്റിലൂടെ നമുക്ക് ഒരുപാട് റെഫറൻസ് പ്രോജക്ട്സ് കിട്ടി. അതായത് ഡെലിവറിയിൽ നിങ്ങളുടെ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് അടിപൊളിയായി ചെയ്യാൻ പറ്റുന്നുള്ളതും, ഈ നമുക്ക് ലോജിസ്റ്റിക്സിന്റെ ഏകദേശം എല്ലാ നമ്മൾ പ്രോബ്ലംസും സോൾവ് ചെയ്ത് തുടങ്ങി. പിന്നെ ഈ ലോജിസ്റ്റിക്സ് കമ്പനി, ഈ ഇതുപോലെയുള്ള ലോജിസ്റ്റിക്സ് സോർട്ട് ചെയ്യുന്ന കമ്പനീസ് വന്ന് സെർച്ച് ചെയ്ത് വന്നു. പിന്നെ അങ്ങനത്തെ പ്രോഡക്ട്സിലോട്ട് നമ്മളിന്ന് റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു. അതിനനുസരിച്ച് ടീമിനെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു, നല്ല സ്ട്രോങ്. അതെങ്ങനെ നിങ്ങൾ ടീം ബിൽഡിംഗ് എങ്ങനെ ചെയ്തത്? എനിക്ക് സർവീസിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് നന്നായി കൊടുത്തു ഞാൻ. നല്ല, അതായത് പുറത്തൊരാളാണ് ഞാൻ, ഇപ്പോൾ വേറെ ബാംഗ്ലൂർ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ നല്ല ഹയറിങ്സ് എടുക്കുക ചെയ്യാം. നമ്മളെ നാട്ടില് നമുക്ക് നല്ല ആൾക്കാർ റിസോഴ്സസിനെ നമ്മളെ രീതിയിൽ ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പൊ ആദ്യം അവരെ ഇന്റേൺഷിപ്പായി വെച്ച് ഇന്റേൺഷിപ്പായിട്ട് എടുത്തു, അവർക്ക് സ്റ്റൈപ്പൻഡ് ഒക്കെ കൊടുത്ത് അവരെ നമ്മളെ ലാംഗ്വേജിലോട്ട് എത്തിച്ചു. ഹൗ വി ഡു ഇറ്റ്, നമ്മളൊരു കൾച്ചർ, നമ്മളെ ജേർണി ഇങ്ങനെയാണ്. അത് അവരൊരു 6 months 7 months ഒക്കെ നമ്മളെ കൂടെ വർക്ക് ചെയ്യും, നമ്മൾ അവരെ ഹയർ ചെയ്യും. നല്ല അവരും, കാരണം ഞാൻ എപ്പോഴും നോക്കാം അറ്റ്ലീസ്റ്റ് എന്റെ ഒരു കോപ്പി ആവണം അവര് ടെക്കില്. പിന്നെ അവര് പൊക്കോളും, എനിക്ക് എന്തൊക്കെ അറിയാം അത് അവർക്കും അറിയാം. ആ മൈൻഡ് സെറ്റും ഇതും ചെയ്ത് ഫിലോസഫിയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ക്ലിക്കായി പോയി. അങ്ങനെ നല്ലൊരു എംപ്ലോയി സർക്കിള് ഞങ്ങൾക്ക് ഉണ്ടാക്കി.